അങ്ങനെ ഒരാളുണ്ടാവും. നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. നമ്മൾ പറയല്ലേ, പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വഴി വെട്ടി എന്നൊക്കെ പറയുന്ന ഇതിൽ പറയുമെങ്കിലും അത് അങ്ങനല്ല അതിന്റെ രീതി. ഇപ്പൊ ബാക്ക് ടു ബാക്ക് എമ്പുരാനും തുടരും ഒക്കെ വന്ന് ഇട്ടടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പാട്ടുമായി ഇറങ്ങേണ്ട സമയമായിരുന്നു അങ്ങനെ ഒക്കെ പറയാറുണ്ട്. ലാലേട്ടനെയൊക്കെ തിയേറ്ററിൽ കണ്ടിട്ട് ലാലേട്ടൻ്റെ ഒരു പടം വിജയിക്കുമ്പം നമ്മുടെ പടം വിജയിച്ചു അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാൾക്ക് ഭയങ്കര ആ ഒരു ഫീലാണ് വരുന്നത്. എനിക്ക് തുടക്കത്തിൽ എനിക്ക് ലാലേട്ടൻ ഇങ്ങനെ കുറച്ച് നോട്ടിനെസ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എന്തൊരു അമ്പോറ്റയായിട്ടുള്ള ഒരിത് ഭയങ്കര ചില ഇതിന് കാണും ഇതിനെയൊക്കെ വെച്ച് പടം ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ചിലപ്പോ ഈ ഹൈറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര കോമഡി തോന്നിയെന്ന് പറഞ്ഞാൽ അതേ ഒരു സിനിമാ ഗ്രൂപ്പില് തൊട്ട് മുന്നേ ബോഡി ഷെയ്മിങ്ങിനെ പറ്റി ചർച്ച നടന്ന അതേ ഗ്രൂപ്പില് എന്റെ ഈ സംഭവങ്ങൾ ഇങ്ങനെ വന്നിട്ട് ആരും മറ്റേ തിരിച്ചു പറഞ്ഞില്ല അത് ബോഡി ഷെയ്മിങ് അല്ലേ എന്നൊന്നും പറയില്ല. പക്ഷെ അത് ബോഡി ഷെയ്മിങ് അത് എപ്പം പറയുന്നത് വെച്ചാൽ മനസ്സിൽ ഞാനൊരു ഇവിടുത്തെ ഒരു ഇഷ്ടമുള്ള ഒരു താരമായി മാറുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഓപ്പോസിറ്റ് വരും. അതുവരെ ജസ്റ്റ് സ്ക്രോളിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ കമന്റ് സെക്ഷൻ ഓപ്പൺ ആണ്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരൊരു ഫ്രസ്ട്രേറ്റഡ് മൂഡിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കാണുന്ന എനിക്ക് ചിലപ്പോൾ ഞാൻ ഒരു നല്ല പോലെ ഒരു മോർണിംഗ് എണീറ്റ് വന്നിട്ട് ഞാൻ ഫസ്റ്റ് കാണുന്ന ഈ കമൻറ്റ് ആണെങ്കിൽ എൻ്റെ ആ ദിവസത്തിൽ ഒരു ചെറിയ ഒരു ഇത് പറ്റില്ലേ, എനിക്കറിയില്ല, എനിക്ക് പറ്റും. എനിക്ക് പേഴ്സണലി കാണുമ്പം അയ്യോ എന്താ ഇപ്പം ഞാൻ അതിനു വേണ്ടി എന്താ ചെയ്തത് എന്നുള്ളൊരു തോട്ട് വരും. നമസ്കാരം. ഒരു റൊണാൾഡോ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അശ്വിൻ ചൈതന്യ, സ്വാഗതം. റൊണാൾഡോ ചിത്രമാണ് വിശേഷം. റൊണാൾഡോയുടെ കഥയാണത് പറയുന്നതെന്ന് തോന്നുന്നു. ഒരു സിനിമാ പ്രേമി എന്നുള്ള ഒറ്റ വാക്കിലേക്ക് അതിനൊതുക്കാൻ പറ്റില്ല. എന്താണ് റൊണാൾഡോ, എന്താണ് അയാൾക്ക് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു റൊണാൾഡോ എന്ന് പറയുന്ന ഒരു സിനിമാ പ്രേമിയുടെ ഒരു ഡ്രീം ഇത്രേ ഉള്ളൂ. എനിക്ക് തിയേറ്ററിൽ ഒരു റൊണാൾഡോ ചിത്രം എഴുതി കാണിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ. അതിൽ തന്നെ അയാൾക്ക് പറയാനുള്ള കഥകളും അയാൾ കണ്ട കുറച്ച് കഥകളും നമ്മൾ ഈ സിനിമയിൽ ബ്ലെൻഡ് ചെയ്ത് ചേർക്കും സിനിമയായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ എനിക്ക് തോന്നുന്നു ഒരു പുതിയൊരു എക്സ്പീരിയൻസ് നമുക്കിതിൽ എനിക്കൊരു നമ്മൾ ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ ഒരുപാട് ജോണേഴ്സ് വരുന്ന നോട്ട് ലൈക്ക് ആന്തോളജി അല്ല, ഇതൊരു ഞാൻ പറയുന്നത് ഈ ജേണിയാണ്. ഈ റൊണാൾഡോ കാണുന്ന സിനിമകളും പുള്ളിയുടെ ഉള്ളിലുള്ള സിനിമകളും നമ്മൾ സിനിമയായിട്ട് ഇതിൽ കാണാൻ പോകും. സിനിമയുടെ ഉള്ളിലുള്ള സിനിമ എന്നുള്ള കോൺസെപ്റ്റിലാണ് സിനിമയുടെ ഉള്ളിലുള്ള ആ സിനിമ നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു നമുക്കൊരു ഒരു പുതിയൊരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന ചെറുതാണ്. ചൈതന്യയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? ഞാൻ പേരാണ് അശ്വിൻ്റെ പേരാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് എൽസ എന്നാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, സിനിമ അത്രയും സ്നേഹിക്കുന്ന ഒരാൾ, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് കാണില്ല. ഇപ്പോൾ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ പാർട്ട്ണർ ആയിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു റോളാണ് അത് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ അശ്വിൻ ചേട്ടന് ഫേബ ചേച്ചി, അശ്വിൻ ചേട്ടൻ്റെ വൈഫ്. അപ്പോൾ ഫേബ ചേച്ചീൻ്റെ ഒരു ക്യാരക്ടർ പോലെയാണ് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അശ്വിൻ ചേട്ടനെ. അതുപോലെ നല്ലൊരു ക്യാരക്ടറാണ്. ഈ ട്രെയിലറിന് നമുക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു സിനിമയുടെ പുറകെ നടക്കുന്ന ആൾക്കാർക്ക് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണല്ലോ. നിങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞതുപോലെ സിനിമ ഒരുപാട് ആഗ്രഹിച്ച് അതിലേക്കൊരു വലിയ വഴി നടന്ന് വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം അത് പേഴ്സണൽ ആയിരുന്നു, ഈ ക്യാരക്ടറും ഈ ഒരു പ്ലോട്ടും? എനിക്ക് തോന്നുന്നു ഈ കഥ റിനു ചേട്ടൻ ഈ കഥ എന്നോട് സ്ക്രിപ്റ്റ് വായിക്കാനാണ് ഐഡിയ പറയുന്നതിന് മുന്നേ ഉപരിയായിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ട് ഇത് വായിക്കാടാന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത്. ഒരു റൈറ്റർ അയാളുടെ സ്ക്രിപ്റ്റ് എടുത്ത് നമുക്ക് തന്നിട്ട് അത് വായിക്കുക എന്ന് പറയുമ്പോൾ അത്രയും കോൺഫിഡൻസ് വേണം. കാരണം സ്ക്രീൻ പ്ലേ നമുക്ക് വായിക്കുമ്പോൾ പലർക്കും പല രീതിയിൽ അതിനെ ചിന്തിക്കാം. പൊതുവേ നമ്മളെല്ലാവരും നമ്മുടെ കഥകൾ നമ്മൾ നറേറ്റ് ചെയ്യാൻ നോക്കാം, അപ്പോഴേ മനസ്സിലാവും വേറെ രീതിയിൽ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ പുള്ളിയുടെ റൈറ്റിങ്ങിൽ അത് കൃത്യമായിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലൂടെ പോയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അത് എൻ്റെ എന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു സിനിമയുടെ പുറകെ എന്നുള്ളതുമല്ല, പാഷൻ്റെ പുറകെ പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു റിലേറ്റബിലിറ്റി ഈ കഥയിലുണ്ട്. ഈ റൊണാൾഡോയുടെ ഈ ലൈനിൽ വരുന്ന കഥയിലുണ്ട്.
പിന്നെ ഇപ്പൊ ഈ ഒരു പാർട്ട്ണർ ഉണ്ടാവും എന്ന് പറയുന്നത് നമ്മളൊരു എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു എല്ലാരും ചിന്തിക്കുന്ന അല്ലാത്ത വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ ഒന്നി നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ആയിരിക്കും. ചൈതന്യം അമ്മയും അപ്പനും ഒക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന. അപ്പൊ അങ്ങനെ ഒരാളുണ്ടാവും. നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. നമ്മൾ പറയല്ലേ, ഈ പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വഴി വെട്ടി എന്നൊക്കെ പറയുന്ന ഇതിൽ പറയുമെങ്കിലും അത് അങ്ങനല്ല അതിന്റെ രീതി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവും, നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവും. അവർ ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കില്ല, അവർ ഭയങ്കര ഇമോഷണലി ആയിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചൈതന്യയുടെ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഈ സിനിമ കാണുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ആവും. ഇത് നമ്മുടെ കഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫെബയുടെ കാര്യം പറഞ്ഞ പോലെ ആ കൂടെ നിന്ന ഒരു ഫീലാണ്. ഉറപ്പായിട്ടും. കാരണം ഫേബയ്ക്ക് ഒരിക്കലും സിനിമയെ പറ്റി ഒന്നും അറിയത്തുമില്ല. സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയ പാർട്ടൊന്നും അല്ല അവളുടെ ലൈഫിലായിരുന്നു. ഞങ്ങൾ റിലേഷൻ ആവുന്ന സമയത്ത് അതിന് ശേഷമാണ് ഫേബ സിനിമ കാണാൻ പോലും തുടങ്ങിയത്. അപ്പം ആ പോക്കില് ഇതുണ്ടല്ലോ, നമ്മളെ മറ്റേ ഡൗട്ട് അടിപ്പിക്കുന്ന ഒരു ഒറ്റ ഡയലോഗ് മതിയല്ലോ ചില നേരത്തെ. ഇതൊക്കെ നടക്കും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാതെ തിരിച്ചു പറഞ്ഞ് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ ഫേവറേറ്റ് എല്ലാവർക്കും കാണും അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പാർട്ട്ണറിന്റെ ക്യാരക്ടറാണ് ചൈതന്യ ചെയ്തത്. ചൈതന്യക്ക് ഇത് എത്രത്തോളം പേഴ്സണൽ ആണ്? ലൈക്ക് രണ്ട് ക്യാരക്ടറും, ഇപ്പൊ റൊണാൾഡോയുടെ ക്യാരക്ടർ ആണെങ്കിലും പാർട്ട്ണറിന്റെ ക്യാരക്ടർ ആണെങ്കിലും. റൊണാൾഡോയുടെ ക്യാരക്ടർ ഇപ്പോൾ പറയുകയാണെങ്കിൽ സിനിമ ചെയ്യണം എന്നൊരാൾ പല വഴികൾ ട്രൈ ചെയ്യില്ലേ. ഇപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് ബിഗ് സ്ക്രീനിൽ എനിക്കൊരു പടം ചെയ്യണം, ബിഗ് സ്ക്രീനിൽ എൻ്റെ ഫേസ് കാണണം, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോഴാണ് സോഷ്യൽ മീഡിയ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, സോഷ്യൽ മീഡിയ വഴി പറ്റും, അപ്പോൾ അതിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം, അങ്ങനെ വിചാരിച്ചത്. അതുപോലെയാണ് ഈ കഥയിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. പടം ചെയ്യാനായിട്ട് നമുക്കൊരു വഴിയല്ല, പല വഴി. അതെനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. പിന്നെ എൻ്റെ ക്യാരക്ടർ മേ ബി എനിക്ക് റിലേറ്റബിൾ ആവുന്നതിനും കൂടുതൽ ഇപ്പം അശ്വിൻ ചേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മയ്ക്കും അങ്ങനെ ആയിരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എന്താ പറയുക, ഒരു സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊരു സെൽഫ് ഡൗട്ട് അടിക്കുന്ന സമയത്ത് ഒരാൾ കാണില്ലേ, അതുപോലെ കൂടെ നിൽക്കാൻ. അതെ. ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നതുകൊണ്ട് അതിന് രണ്ട് ഗുണങ്ങൾ, ഒരു ഗുണമുണ്ട് ദോഷമുണ്ടല്ലോ. അപ്പം ആളുകൾക്ക് എളുപ്പം ഫെമിലിയർ ആണ്, ഒരു പുതുമുഖ നായിക എന്നുള്ളൊരു ഫീലൊന്നും വരുന്നില്ല. അതേ സമയത്ത് ആളുകളുടെ ഒരു എക്സ്പെക്ടേഷനും വരുന്നുണ്ട്, ചൈതന്യം അത്രയും അടുത്ത് അറിയുന്നത് കൊണ്ട് തന്നെ. ഇത് ഈ ഒരു ഡുവാലിറ്റി തോന്നിയിട്ടുണ്ട് എപ്പോഴേലും? എനിക്ക് അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് അങ്ങനെയൊന്നും പേഴ്സണലി തോന്നിയിട്ടേ ഇല്ല. ഞാനതിൽ ഡുവാലിറ്റി അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതെ, എനിക്ക് പടം ചെയ്യണം, പടത്തിന്, അതെ, അത്രയേ ഉള്ളൂ. പിന്നെ കോണ്ടന്റ് ക്രിയേഷനും ഇപ്പോൾ ആക്ച്വലി എല്ലാവരും ചെയ്യുന്നുണ്ട്, മിക്കവരും ചെയ്യുന്നുണ്ട്. അപ്പം അതും അത്രയേ ഉള്ളൂ. ഞാനതിൽ ഇത്രയും ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടില്ല. അതെ, അതിന്റെ ഭാരം ഒഴിവായി കിട്ടും. നമ്മൾ കൂടുതൽ ചിന്തിക്കാത്തതാണ് നല്ലത്. ചിന്തിച്ചു പോയാൽ പിന്നെ അങ്ങനെ ഇരിക്കും. നിങ്ങളുടെ സെറ്റിലേക്ക് ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്, ജൂനിയേഴ്സ് ആയിട്ട് ഒരു ബ്ലെൻഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ പല ജനറേഷനുകൾ കൂടെയാണല്ലോ ഒന്നിച്ച് വരുന്നത്. നിങ്ങൾക്ക് അത് എത്രത്തോളം ലൈക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ഈ രണ്ട് കാലഘട്ടത്തിനെ ഒന്നിച്ചൊരു സെറ്റിൽ കിട്ടുന്നത്? അല്ല, അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇപ്പം ഞാൻ ലാൽ സാറിൻ്റെ കൂടെ ഇന്ദ്രൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ, അല്ലെങ്കിൽ കലാഭവൻ എൻ്റെ അപ്പൻ്റെ ക്യാരക്ടർ ചെയ്യുന്നു, അപ്പം അവരോടൊക്കെ അഭിനയിക്കുമ്പം നമ്മൾ അവരോട് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു. ലാൽ സാറിൻ്റെ അടുത്ത് ഞാൻ അത്ര കൂടുതൽ, ബാക്കി ഇവരോട് കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇതെങ്ങനെയാന്ന് പറയുന്നു. ഇതേ എനിക്ക് എൻ്റെ അടുത്ത് ചൈതന്യ എന്നോട് ചോദിക്കുന്നത്, ചേട്ടാ അതെങ്ങനെയായിരിക്കും, ഇതെങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അതൊരു ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക്. ഓക്കെ, നമ്മൾ ഇതിങ്ങനെ കേൾക്കുന്നു, എന്നിട്ട് ഇവിടെ ചിലപ്പോൾ അത് കേട്ടതായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു സിനിമയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോഴും ഞാൻ ഒരു സിനിമയിലോട്ട് കയറും, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആ സിനിമയിൽ നിന്നുള്ള ഒരു 30 ദിവസം അല്ലെങ്കിൽ ഇത്രയും ദിവസം നമുക്ക് അഭിനയമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമ എന്തെങ്കിലും പഠിക്കാൻ നമുക്ക് അതിനകത്ത് ഉണ്ടാവണം. എന്തെങ്കിലും മതി. ചിലപ്പം പ്രേക്ഷകർക്ക് അത് ചിലപ്പോൾ കാണാൻ കിട്ടത്തില്ല, നമുക്ക് സെൽഫ് ആയിട്ട് കിട്ടും. നമുക്ക് അതിനകത്തൊന്ന് സ്റ്റഡി ചെയ്യാൻ. അപ്പം ഈ സിനിമ അങ്ങനെ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഇതിലെ ഒരു ലേണിംഗ് എന്തായിരുന്നു?
ഇതിലല്ലേ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നി, എനിക്ക് പൊതുവേ എനിക്ക് സിനിമകളിൽ കിട്ടുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര എൻ്റെ ആദ്യത്തെ സിനിമയുടെ കുറെ വേരിയൻ ടൈപ്പ് ആയിരിക്കും വരുന്നത്. ഇപ്പം കോമഡി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെങ്കിളി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊടിക്ക് ഹൈ ആയിട്ട് ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്നത് വളരെ എന്തെങ്കിലും ഒരു ഇപ്പം എന്താ പറയാ, ഇപ്പം നമുക്ക് ഒരു എന്തെങ്കിലും വരുന്നുണ്ട്, ഒരു പോലീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ സംതിങ് ലൈക്ക് പോലീസ് വരുന്ന സീനാണ്, ലൈക്ക് പറയാം പോലീസ് വരുന്നുണ്ട് നമുക്ക് പോവാന്ന് പറയാം. ചിലപ്പം എന്റെ ക്യാരക്ടറിന് ഇച്ചിരി ഹൈ ആണെങ്കിൽ പോലീസ് നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി വരും. ബിക്കോസ് അവരായിരിക്കും എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ അത് എന്റെ ബോഡി ലാംഗ്വേജ് അത് ഞാൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ സിനിമയിൽ എന്നോട് റിനോയ് ചേട്ടൻ എന്നോട് പറഞ്ഞു വെച്ചാൽ, എടാ എനിക്ക് കൂടുതൽ നിന്നെ പോർട്രേ ചെയ്യാൻ നോക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതെനിക്ക് ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ചെയ്യാനൊരു ഭയങ്കര ഇതായിരുന്നു. ഇതിന്ന് ലേണിംഗ് എന്താണ് എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഈ റിനോയ് ചേട്ടൻ ഡയലോഗ്സിന്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര പറയുന്നത്, പുള്ളി എഴുതിയത് വരണമെന്ന് പറയുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ കാരണം ഭയങ്കര റൈറ്റിങ്ങിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം ഞാൻ പൊതുവെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറച്ച് നമ്മുടേതായ രീതി, അപ്പൊ ഇതിൽ ഞാൻ കുറച്ചുകൂടി ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാണ്. എന്നാൽ അത് നമുക്ക് പറയുമ്പോൾ പറയുന്ന പോലെ തോന്നാതെ അപ്പൊ ഇതിന്റെ ഒരു രണ്ട് അതെനിക്കിതില് ഇപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞല്ലോ എനിക്ക് നിർബന്ധിതമായി ഇത് വേണമെന്ന്. സോ അപ്പം നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. അപ്പം എന്നോട് ഇങ്ങനെ ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്തു നോക്കി ഇങ്ങനെ. അപ്പം ഞാൻ ഡയലോഗ് ഏകദേശം എൻ്റെ മൈൻഡിൽ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ അതിനെ എങ്ങനെ ആക്ടിവിറ്റിയിലൂടെ പെർഫോം ചെയ്യുന്നു എന്നുള്ളൊരു സാധനമൊക്കെ എനിക്ക് ഇതിനകത്ത് കുറച്ചധികം ചെയ്യാൻ പറ്റി. അതൊക്കെ പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ചൈതന്യയുടെ ഒരു ലേണിംഗ് എന്തായിരിക്കും? ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തു എങ്ങനെയാണ്. ഇപ്പം ലാൽ സാറിൻ്റെ കൂടെ എനിക്ക് സീൻ ഉണ്ടായിരുന്നു. ലാൽ സാറിൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് വലിയൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഇതിൽ സീൻ ഉണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ ഇന്ദ്രൻ സെറ്റിനായിട്ട് ഉണ്ടായില്ല. അപ്പം എന്താണ് ഒരു ഷോട്ടിന് മുന്നേ അവർ ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ആ ഷോട്ടിൽ എങ്ങനെയാണ് അവരത് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് അതിനുള്ള പ്രിപ്പറേഷൻസ് അങ്ങനെ. പിന്നെ ഇപ്പം എനിക്ക് ലാൽ സാറിൻ്റെ അടുത്ത് അങ്ങനെ പോയി എനിക്ക് ചോദിക്കാൻ പറ്റില്ല, സാർ ഇതെങ്ങനെയാണോ, എനിക്ക് ഉള്ളിലൊരു പേടിയുണ്ട്, നമുക്ക് അങ്ങനെ സംസാരിക്കാനും ടെൻഷനും കാര്യങ്ങളും. പക്ഷെ എനിക്ക് അശ്വിൻ ചേട്ടൻ്റെ അടുത്ത് അതേസമയം ചോദിക്കാൻ പറ്റും. അപ്പോൾ അശ്വിൻ ചേട്ടൻ്റെ അടുത്തൊന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ റിനോയ് ചേട്ടൻ്റെ അടുത്തൊന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അതെ, എന്നെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞ. നമ്മളെ എത്ര നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. ആ ഫീൽഡിൽ ഇറങ്ങി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ വൺസ് ആക്ഷൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ ഫീൽഡിൽ ചെയ്യുമ്പോൾ ഓരോ സിനിമയും അതുകൊണ്ട് നമുക്ക് പഠനമാണ്. നല്ല നല്ല ക്ലാസ്സിൽ ചില ഭാഗ്യമാണ് നല്ല ക്ലാസ് കിട്ടാൻ. ഓരോ പീരീഡിനനുസരിച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ ക്വീനിലെ ക്യാരക്ടർ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തിച്ചേർന്ന് ഒരു പെട്ടെന്ന് സഡൻ ആയിരുന്നു അത്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ലൈഫ് ടോട്ടലി ചേഞ്ച് ആയി കാണും. പ്രത്യേകിച്ചും നെഞ്ചിലകത്ത് നിന്നുള്ള ആൽബം കൂടെ വന്നതോടുകൂടെ അതിപ്പോഴും ജനറേഷൻസിൽ വ്യത്യാസമില്ലാതെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തന്നിട്ടുള്ള ഒരു ഇമ്പാക്ട് ഈ പാട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു പാട്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾ കഥ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ മുതൽ നമുക്കറിയാം ഇത് ഹിറ്റാ. എനിക്ക് ക്വീനിന്റെ സ്ക്രിപ്റ്റില് ചില ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് ചിന്നുവിന്റെ ക്യാരക്ടറിന് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെയാവും ബാക്ക് ടു ബാക്ക് ഓരോ വിഷയങ്ങളും ഉണ്ടായിക്കൊണ്ടിരുമ്പോൾ നമുക്ക് സിനിമ ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മളുടെ ഫസ്റ്റ് സിനിമയാണ്, നമ്മളതൊന്നും പറയാനില്ല. നമുക്ക് അത് പറയുന്നതിൽ കാര്യമില്ലല്ലോ, നമ്മളെല്ലാരും പുതിയതല്ല, നമ്മളങ്ങനെ നിൽക്കുമല്ലേ. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ പക്ഷെ ആ സിനിമയുടെ ഈ സീൻ കഴിക്കുമ്പോൾ നമുക്കറിയാം ഇത് ഹിറ്റാണ്. കാരണം ഇത് ലാലേട്ടനോടുള്ള ഇഷ്ടമാണ് അവിടെ വരുന്നത്. നമ്മളത് ജസ്റ്റ് പാർട്ട് ആവുക എന്നുള്ളതിന്റെ ഒരു സംഭവം. പക്ഷെ ഞാനാണ് ആ ജസ്റ്റ് പാർട്ട് ആയതിലാണ് എന്റെ ലക്ക്. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോ ദൈവം വെച്ച പോയിന്റ് ചിലപ്പോൾ അതായിരിക്കും. അപ്പൊ അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞ് ഇപ്പൊ വരെ എനിക്ക് അത് ഐഡന്റിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു
ഞാൻ 2 തവണ ലാൽ സാറിനെ കണ്ട സമയത്ത് എപ്പോ എന്നെ കണ്ട തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം, അത് ഭയങ്കര ഒരു ഇതല്ലേ. പിന്നെ ഞാൻ ഈയിടത്ത് തമാശക്ക് പറഞ്ഞത് ഇപ്പൊ ബാക്ക് ടു ബാക്ക് എമ്പുരാനും തുടരും ഒക്കെ വന്ന് ഹിറ്റടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പാട്ടുമായി ഇറങ്ങേണ്ട സമയമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അങ്ങനെ ഒക്കെ പറയാറുണ്ട്. സോ എനിക്കത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അത്രയും വലിയൊരു ലെജൻഡിന്റെ ഒരു പാർട്ട് ഓഫ് ദ ഇതില് ഞാനും അതൊരു ഭാഗം, അത് സത്യമാണ്. അതാണ്, ഞാൻ ബിലീവറാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ദൈവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഇതാണ് എൻട്രി എന്നുള്ള ഒരു പരിപാടിക്കായിരിക്കും. ചൈതന്യ ലാൽ സാറിന്റെ ഹ്യൂജ് ഫാൻ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് ഇപ്പോഴത്തെ ഒരു ഫേസ് ഉണ്ടല്ലോ, ലൈക്ക് ഹീസ് ബീങ് സെലിബ്രേറ്റഡ് മോസ്റ്റ്. ഹൗ ഡു യു ഫീൽ രണ്ടുപേരും ആസ് ഫാൻസ്? അയ്യോ, ലാലേട്ടനെയൊക്കെ തിയേറ്ററിൽ കണ്ടിട്ട് ലാലേട്ടൻ്റെ ഒരു പടം വിജയിക്കുമ്പം നമ്മുടെ പടം വിജയിച്ചു, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാൾക്ക് ഭയങ്കര ഇത്, ആ ഒരു ഫീലാണ് വരുന്നത്. വേറെന്താ പറയുക, അത് തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മറ്റേ തുടരും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ ഒരു ആക്ടർ പരിപാടിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ഭയങ്കര വീക്കാണ്, ഭയങ്കര നമുക്ക് ഗൂസ്ബംസ് വരിക, നമുക്ക് ഭയങ്കര സന്തോഷം വരുന്ന ഒരു തുടരും. എമ്പുരാൻ നമുക്ക് മറ്റേ ഫീലാണ് വന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് മലയാളത്തിൽ നിന്നും വലിയ വലിയ ഇതൊക്കെ അടിക്കാന്നുള്ള ഒരു നമ്മുടെ ഒരു ഇതുണ്ടല്ലോ. നമുക്ക് മറ്റ് ഇൻഡസ്ട്രിയോടൊക്കെ പറയുന്ന ബുക്ക് മൈ ഷോയിലൊക്കെ അങ്ങനത്തെ ബുക്കിംഗ് പോകുന്നു നമുക്ക് പറയുന്നതിന്റെ ഒരു ഇത്. പക്ഷെ തുടരും ഈ പറയുന്ന പോലെ നമുക്ക് ലാലേട്ടന്റെ ആ ഒരു പെർഫോമർ ലാലേട്ടന്റെ ഒരു സാധനമുണ്ട്. എനിക്ക് തുടക്കത്തിൽ എനിക്ക് ലാലേട്ടൻ ഇങ്ങനെ കുറച്ച് നോട്ടിനെസ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എന്തൊരു അമ്പോറ്റിയായിട്ടുള്ള ഒരു ഇത് ഭയങ്കര ഈ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പേസ് തന്നിട്ടുള്ള ആളാണ്. ഈ സോഷ്യൽ മീഡിയയിൽ അതേ സമയത്ത് തന്നെ പല രീതിയിലുള്ള റെസ്പോൺസസ് വരാറുണ്ട്. ഇത് എപ്പോഴും പേഴ്സണലി ബാധിച്ചിട്ടുണ്ടോ? പേഴ്സണലി ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ട് തുടങ്ങിയ ടൈമിൽ എന്നെ അത് അങ്ങനെ വലുതായിട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം, അങ്ങനെ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ ഇത് കുറേ ഇങ്ങനെ ഹേറ്റായിട്ട് വരികയാണെങ്കിൽ വിഷമം വരും. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് പിന്നെ കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് വന്നാൽ ഞാനത് അങ്ങനെ കമൻറ്റ് സെക്ഷനിൽ വെക്കില്ല, ഞാനത് ഡിലീറ്റ് ചെയ്യും. എനിക്ക് കാണാൻ അത്ര താല്പര്യം ഇല്ലാത്തതാണെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ വിഷമം വരുമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നമ്മളത് കാണുമ്പോൾ നമുക്കൊരു വിഷമം വരും. പിന്നെ ഇപ്പം അങ്ങനെയാണ്, പീപ്പിൾ പുറത്തുനിന്ന് പറയുന്നത് ഭയങ്കര ഹേറ്റ്ഫുൾ ആയിട്ടാണ് ചില സമയത്ത് ആളുകൾ എടുക്കുന്നത്, ഭയങ്കര റൂഡായിട്ടാണ്. അത് പക്ഷെ കുഴപ്പമില്ല. ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ അല്ല സെലിബ്രേറ്റഡ് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് ജഡ്ജ് ചെയ്യാം, മുൻവിധികളോടുകൂടെ സമീപിക്കാം എന്നുള്ള ഒരു ധാരണ പൊതുവെ ഉണ്ടാവാറുണ്ടല്ലോ. ഞാൻ പറയട്ടെ, അങ്ങനെ സെലിബ്രേറ്റഡ് പൊസിഷനിലായിട്ട് മാത്രമുള്ള അങ്ങനെ മാത്രമുള്ള ഒരാളെ അല്ല, ബാക്കിയുള്ളവരെ ആളുകൾ ജഡ്ജ് ചെയ്യാറുണ്ട്. നോർമൽ ആളുകളെയും ജഡ്ജ് ചെയ്യാറുണ്ട്, സെലിബ്രേറ്റഡ് പൊസിഷനിൽ ഇരിക്കുന്നവരെയും ജഡ്ജ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരെ മാത്രം ജഡ്ജ് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല, ആളുകളെല്ലാവരും ജഡ്ജ് ചെയ്യാം. പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെന്ന് വെച്ചാ ഈ നമ്മള് മീഡിയയിലുള്ളപ്പോ നമുക്ക് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ ആക്ടേഴ്സും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആളുകളുടെ ലവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു റൈറ്റേഴ്സോ അങ്ങനെ അവർക്ക് അവരുടെ ഒരു ഇഷ്ടത്തിന് അവരുടെ ഒരു രീതിക്ക് പോലും, പക്ഷെ പലപ്പോഴും ആക്ടേഴ്സിന് പറഞ്ഞാൽ ആളുകളുടെ ഇഷ്ടം ആണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആണ് നമുക്ക് ഈ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പം നമുക്കൊരു സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ നോക്കുവാണെങ്കിൽ ഫുള്ള് നമ്മൾ വണ്ടി കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ നിന്ന് തുടങ്ങും. ഈ റോഡ് പ്രശ്നം, ഇത് പ്രശ്നം, അത് പ്രശ്നം. എനിക്ക് തോന്നില്ല നമ്മൾ ഒരിക്കലും ഓക്കെ ഇതില് ഇച്ചിരി കുഴിയുണ്ടെങ്കിലും റോഡ് ഉണ്ടല്ലോ, നമുക്ക് വണ്ടി ഉണ്ടല്ലോ, വണ്ടി ഉള്ളതുകൊണ്ട് അല്ലേ നമുക്ക് കുഴി കൂടി പോകാനിരിക്കുന്നില്ലല്ലോ. പൊതുവേ നമ്മളെല്ലാവരും ഭയങ്കര ഇത് എപ്പോഴും പേഴ്സണൽ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഒരു പേഴ്സണൽ ബൗണ്ടറി ഇല്ലാതാകുന്നു, ആളുകൾക്ക് എപ്പോഴും വേണമെങ്കിലും സമീപിക്കാവുന്ന ഒരു സ്പേസിലേക്ക് മാറുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പം എൻ്റെ കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആണ്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരൊരു ഫ്രസ്ട്രേറ്റഡ് മൂഡിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കാണുന്ന എനിക്ക് ചിലപ്പോൾ ഞാൻ ഒരു നല്ല പോലെ ഒരു മോർണിംഗ് എണീറ്റ് വന്നിട്ട് ഞാൻ ഫസ്റ്റ് കാണുന്ന ഈ കമൻറ്റ് ആണെങ്കിൽ എൻ്റെ ആ ദിവസത്തിൽ ഒരു ചെറിയ ഒരു ഇത് പറ്റില്ലേ,
എനിക്കറിയില്ല, എനിക്ക് പറ്റും. എനിക്ക് പേഴ്സണലി കാണുമ്പം അയ്യോ എന്താ ഇപ്പം ഞാൻ അതിനു വേണ്ടി എന്താ ചെയ്തത് എന്നുള്ളൊരു തോട്ട് വരും. സാരില്ല, അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, പിന്നെ നമ്മൾ തിരക്കാവും, പിന്നെ അതിനെപ്പറ്റി നമ്മൾ മറക്കും. ഇതിങ്ങനെ ഒരു ലൂപ്പിൽ നടന്നുകൊണ്ടിരിക്കും. എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് ആദ്യമൊക്കെ ക്വീൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് അത് കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുന്ന ജേർണിയിൽ ഈ പറയുന്ന ചില നേരത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അനുരാഗം സിനിമ ഞാൻ എഴുതി ലീഡ് ചെയ്ത് അഭിനയിക്കുമ്പോൾ കുറെ ഞാൻ കമന്റ് ആണ്, ഇവൻ തന്നെ എഴുതിയതിന് ഇവൻ നായകനെ വന്നേ, ഞാൻ എഴുതി ഞാൻ കഷ്ടപ്പെട്ട് ഞാനൊരു പരിപാടി ചെയ്തിട്ട് എന്തിനാ പുള്ളിക്ക് അത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിൽ. പുള്ളിക്കാണെങ്കിൽ പുള്ളിക്ക് എഴുതി പടം ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ചില നേരത്ത് മറ്റേ ചില ഇതിന് കാണും ഇവനെയൊക്കെ വെച്ച് പടം ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ചിലപ്പോ ഈ ഹൈറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര കോമഡി തോന്നിയെന്ന് പറഞ്ഞാൽ അതേ ഒരു സിനിമാ ഗ്രൂപ്പില് തൊട്ട് മുന്നേ ബോഡി ഷെയ്മിങ്ങിനെ പറ്റി ചർച്ച നടന്ന അതേ ഗ്രൂപ്പില് എന്റെ ഈ സംഭവങ്ങൾ ഇങ്ങനെ വന്നിട്ട് ആരും മറ്റേ തിരിച്ചു പറഞ്ഞില്ല അത് ബോഡി ഷെയ്മിങ് അല്ലേ എന്നൊന്നും പറയില്ല. പക്ഷെ അത് ബോഡി ഷെയ്മിങ് അത് എപ്പോൾ പറയുന്നത് വെച്ചാൽ മനുഷ്യ ഞാനൊരു ഇവിടുത്തെ ഒരു ഇഷ്ടമുള്ള ഒരു താരമായി മാറുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഓപ്പോസിറ്റ് വരും. അതുവരെ ജസ്റ്റ് സ്ക്രോളിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുക. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മള് എല്ലാരും നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്തൊക്കെ തന്നെയാ പോകുന്നത്. നമ്മൾ എല്ലാവർക്കും വേണ്ടി ചിലപ്പോൾ വോയിസ് ഉയർത്താറില്ല, നമ്മളിത് പറയാറില്ല. ഇതിന്റെ പാർട്ടാണ്, നമുക്ക് ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതാണ് ആഫ്റ്റർ ഓൾ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമ്മള് പടം ചെയ്തുകൊണ്ട് ഇന്ന് പോവാന്നുള്ളതേ ഉള്ളൂ. ഈ നേരത്തെ പറഞ്ഞ അനുരാഗം എന്ന് പറയുന്ന സിനിമയിലാണെങ്കിലും യു ബോട്ടപ്പ് ഭയങ്കര വലിയൊരു കാസ്റ്റ്, GVM ഉണ്ടായിരുന്നു, ജോണി ആന്റണി ഉണ്ടായിരുന്നു, ഷീല ഉണ്ടായിരുന്നു. ലൈക്ക് ഇത്രയും വലിയൊരു കാസ്റ്റിന്റെ കൂടെയാണ്. അതെങ്ങനെയാ സാധിച്ചത്? ലൈക്ക് ഇവരെല്ലാരും ഒന്നിച്ചു കൊണ്ടുവരുന്നു. ഞാൻ വീട്ടിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതി, സ്ക്രിപ്റ്റ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഐഡിയ അല്ല, സ്ക്രിപ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ ഡയറക്ടറുണ്ട് ഷഹദ് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണോ അതേ പാഷൻ അത് തന്നെ അവനും ഇത് കേട്ടപ്പം മുതൽ തോന്നി. ഞങ്ങൾ രണ്ടുപേരും ഒരു കഠിനമായ ഒരു പാഷനിലാണ് ഇതിന്റെ വേണ്ടി നടന്നത്. അങ്ങനെ ജോണി ചേട്ടനോട് പറയുകയും ജോണി ചേട്ടൻ ഒരു പ്രൊഡക്ഷൻ, പിന്നെ നമ്മൾ കഥ പറയാൻ പോകുമ്പോൾ പിന്നെ നമ്മുടെ കഥയാണ് പോകേണ്ടത്. അവർ ഓരോരുത്തർക്കും ആ കഥ കണക്ട് ആയിട്ട് പോകേണ്ടത്. ലൈക്ക് ഗൗതം സാറിനെ പോലെ ഒരു ഡയറക്ടറിന് നമ്മുടെ പണം കണക്ട് ആവുന്നു, ജോണി ചേട്ടനെ പോലെ ഒരു ഡയറക്ടറിന് കണക്ട് ആവുന്നു, ഷീലാമ്മയെ പോലെ ഇച്ചിരി നമുക്ക് മുന്നേ ഉള്ള ഒരു ആക്ടറിന് നമ്മുടെ പടം ഇല്ല, എല്ലാവരും ഇതിലേക്ക് വരും. ബട്ട് ഇതെല്ലാം ചെയ്ത് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങിയ ദിവസമായിരുന്നു 2018 നമ്മുടെ കൂടെ റിലീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കാണുക 2-3 ദിവസം കൊണ്ട് നമ്മുടെ തിയേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഒരു സൈഡിൽ അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു വേറെ സൈഡിൽ അത് പൊക്കോണ്ടിരിക്കുക. അപ്പം അത് നമുക്ക് ഭയങ്കര ഇത് തോന്നി. പക്ഷെ പിന്നീട് നമ്മുടെ ആളുകൾ ആ സിനിമ കണ്ട് നമ്മളോട് അഭിപ്രായം പറയും. ആ സമയങ്ങളിലാണ് തിരിച്ചും ഇതൊക്കെ കാണുന്നത്. ഇവൻ ഇത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ പറ്റി പറയുന്നത്. എനിക്ക് അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചത് നമ്മൾ വേറെ ഒന്നും നോക്കിയിട്ട് നമ്മുടെ പണി നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പോയിന്റിൽ ഇത് വന്ന് നമുക്ക് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്വീനില് ആ ക്യാരക്ടറിന്റെ ആ ഇതെനിക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് ചിലപ്പോ നമ്മൾ ഇതിന് മുന്നേ ഓടിയ ഓട്ടത്തിന്റെ ഒരു പോയിന്റ് കിട്ടുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത് വരും. ഞാൻ നേരത്തെ ചോദിച്ചു വന്നത് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് റിലേറ്റ് ചെയ്തിട്ട് മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു, അത് ചർച്ചയാവുന്നു. ഇത് എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ആൻഡ് ഹൗസ് യുവർ ഹെൽത്ത് നൗ? എൻ്റെ ഹെൽത്ത് ഇപ്പോൾ കുഴപ്പമില്ല, ബെറ്ററായി വരുന്നു. ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ. ഞാൻ വളരെ വ്യക്തമായിട്ട് ക്യാപ്ഷൻ കൊടുത്തിട്ടായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീഡിയാസ് അതിനെ തലയ്ക്ക് ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞിട്ടു. അതെന്നെ പേഴ്സണലി അതെന്തോ എന്നെ ബാധിച്ചില്ല. ബിക്കോസ് ഞാനത് കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവരാണ് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് കോളൊക്കെ ഒരുപാട് വന്നു. കാര്യം എൻ്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഈ പോസ്റ്റുകളായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അമ്മയ്ക്കും കുറേ കോൾ വന്നു. നമ്മുടെ ഫ്രണ്ട്സൊക്കെ വിളിച്ചു, എന്താ പറ്റിയ മോക്ക്, എന്താ പറ്റിയ തലയിൽ എന്തായിരുന്നു പ്രശ്നം. പിന്നെ പറഞ്ഞു ഇതാണ് പ്രിയോറിക്കുലർ സൈനസിൻ്റെ ആയിരുന്നു, അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഇപ്പം അതിൻ്റെ ഈ കണ്ടന്റ് ക്രിയേഷനും ഈ ഹെൽത്തിൻ്റെ സ്റ്റേജും ഇല്ലേ, അതെങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്? അത് കുറച്ച് പാടായിപ്പോൾ. നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല.
പക്ഷെ അപ്പോൾ റെസ്റ്റ് എടുക്കുക, ബോഡിക്ക് റെസ്റ്റ് വേണ്ട ടൈമിൽ നമ്മൾ നല്ല റെസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു ഫോമിലോട്ട് എത്തുക. ഞാൻ പഠിച്ച കാര്യം കേട്ടോ അത്. കാര്യം നമ്മളൊന്ന് ടയേർഡ് ആവുമ്പോൾ നമ്മുടെ ബോഡി കാണിക്കുന്നതാണ് കുറച്ച് റെസ്റ്റ് എടുക്കണം, ഫുഡ് കഴിക്കണം, നമുക്ക് അതിനുള്ളൊരു സ്പേസ് വേണം എന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പിന്നീട് നല്ല പണി കിട്ടും. വാണിംഗ് തരുന്നതാണത്. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ്ലി കണ്ടന്റ് കൊടുത്താൽ മാത്രം നിലനിൽക്കേണ്ട ഒരു കാര്യം കൂടിയാണല്ലോ. ആ എഫേർട്ട് അല്ലേ അതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ. അതിനെങ്ങനെ ഇപ്പൊ ബാലൻസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാ? അപ്പോ ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പൊ അതങ്ങനെ വെച്ചിട്ടുണ്ട്. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ബാക്ക് ടു എല്ലാം സെറ്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പിന്നെ പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഫൈനൽ ക്വസ്റ്റ്യൻ, വൈ റൊണാൾഡോ? ഈ നെയിം വൈ റൊണാൾഡോ? റിനു ചേട്ടന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു 7 എലമെന്റ്സ് ഈ കഥയിലുണ്ട്. ആ കഥ 7 എന്ന് പറയുന്ന ആ നമ്പറിന് ഇത്രയും ഒരു വാല്യൂ കൊടുത്ത ഒരു അദ്ദേഹത്തിന്റെ പേര് വെച്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു റിനു ചേട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂല്. എന്റെ പോയിന്റ് ഓഫ് വ്യൂല് റൊണാൾഡോയുടെ പേരാണ്. അപ്പൊ അയാൾക്ക് കാണേണ്ട ഡ്രീമാണ് ഒരു റൊണാൾഡോ ചിത്രം കണ്ടത്. എനിക്ക് ഇതിനെ പറ്റി അറിയത്തില്ല. ഞാൻ ആക്ച്വലി ഉണ്ട് ഒരു 7 പോയിന്റ്സ് ഇതിൽ പോകുന്നുണ്ട്. അപ്പം റിനു ചേട്ടനോട് ഞാനും ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ എന്താണ് ചേട്ടാ എന്ന് പറഞ്ഞപ്പോഴാണ് റിനു ചേട്ടൻ ഇതാണ് റിനു ചേട്ടന്റെ പ്ലാൻ വന്നത്. ഇങ്ങനെ ഒരു 7 എന്ന ഒരു ഇതിന് ഏറ്റവും ഒരു നെയിം കൊടുത്ത ആളുടെ പേര് തന്നെ വെച്ച്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ സുരേഷിന്റെ ചിത്രം അറിയില്ല, ഒരു അശ്വിന്റെ ചിത്രം ഒരു റൊണാൾഡോ ചിത്രം, ഒരു റൊണാൾഡോ പേര് പോലെ തന്നെ ഒരു വലിയ സക്സസ് ആയി മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.